അവർക്ക് പൈസ നേരിട്ടാണ് ഈ സ്പോൺസർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്യും, അത് പരമാവധി ചെയ്യും. എന്റെ മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. സങ്കടങ്ങളും വിഷമങ്ങളുമായിട്ട് വരുമ്പോൾ പല രീതിയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി എല്ലാ രീതിയിലും സഹായമായിട്ട് മുമ്പോട്ട് പോകും. അതിന് ആരെങ്കിലും കേസ് കൊടുത്തോ മറ്റൊന്നും ഓർത്തിട്ട് ഞാനത് വഴിയിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവരോട് ചെയ്യുന്ന ദ്രോഹമില്ലേ. ആദ്യ വിജിലൻസ് അന്വേഷണത്തിന്റെ അകത്ത് മുഴുവൻ കാര്യങ്ങൾ കൊടുത്താണ്. അങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത്. അന്വേഷിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു ഗവൺമെന്റിൽ പോയി, ഗവൺമെന്റ് ഡ്രോപ്പ് ചെയ്താണ്. പിന്നെ ഞാൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പരാതി എഴുതി മേടിച്ചിട്ട് രണ്ടാമതൊരു അന്വേഷണം വെച്ചാണ്. അതിനുമുമ്പ് കോടതിയിൽ പോയിരുന്നു, സിംഗിൾ ബെഞ്ച് അത് തള്ളി. ഡിവിഷൻ ബെഞ്ചിൽ പോയിരുന്നു, ഡിവിഷൻ ബെഞ്ച് തള്ളി. അതിനുശേഷമാണ് വിജിലൻസ് കൊടുത്തത്. വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തി, ഒരു തെളിവില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും വിജിലൻസ് അന്വേഷണം, അത് പ്രതിപക്ഷ നേതാവായപ്പോഴുള്ള പ്രശ്നമാണ്. അപ്പൊ വീണ്ടും നടത്തി കഴിഞ്ഞപ്പോഴും രണ്ട് കാര്യത്തിലും ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്നും ഒരു FCRI ആക്ടിന്റെ വയലേഷൻ ഇല്ല എന്നും വിജിലൻസ് ഡയറക്ടർമാർ തന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാ. CBI തന്നെ, ഞാൻ തന്നെയാണല്ലോ നിയമസഭയിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇനി ഇതൊന്നും പോരാ, CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ചോട്ടെ, എനിക്ക് യാതൊരു വിരോധമില്ല.